ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെല്ലാം വ്യക്തമായ മറുപടി വീണ്ടും നൽകുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ ഈ PV അൻവർ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് മുഖ്യമന്ത്രി ഇന്നലെ വിശദമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 20 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റിൽ എങ്ങനെ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, ഒരു സംശയമില്ല. അതൊരു പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. എങ്ങനെ തൃശ്ശൂർ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചു, അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. വോട്ടെണ്ണിയ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ പോലും നടക്കാത്ത നിലയിലേക്കുള്ള ഗുസ്തി മത്സരമാണ് തൃശ്ശൂർ DCC ഓഫീസിൽ നടന്നത്. അത് സാധാരണ ഗുസ്തി മത്സരം ഒറ്റക്കൊറ്റക്കാണ്, ഇത് കൂട്ടായിട്ടാണ്, 2 വിഭാഗമായി നിന്നിട്ട് ഉള്ള ഗുസ്തി മത്സരമാണ് നടന്നത്. അതിനുശേഷം അവിടുത്തെ DCC പ്രസിഡൻറ്റിനെ സ്ഥാനത്ത് നീക്കി, അവിടുത്തെ UDF കൺവീനറെ സ്ഥാനത്ത് നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ഇപ്പോൾ DCCയുടെ ചുമതല പാലക്കാട് MPക്കാണ്. പാലക്കാട്ട് നിന്നൊരാൾ വന്ന് തൃശ്ശൂർ DCCയുടെ ചുമതല വഹിക്കുന്നത്. ആ സംഘടനയുടെ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? എന്തിനായിരുന്നു ഗുസ്തി മത്സരം DCC ഓഫീസിൽ നടന്നത്? താമര ചിഹ്നത്തിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു, ഇതാണ് ആരോപണം. വോട്ടിൻ്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കതും കാണാൻ വേണ്ടി പറ്റും. 80,000-ലധികം വോട്ടാണ്. 1000, 200, 2000, 3000 ഒന്നല്ല, 80,000-ലധികം വോട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി വോട്ട് മറിച്ചു. മുമ്പ് നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വോട്ട് മറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഗുസ്തി മത്സരം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ തീരുമാനിച്ചു. 3 അംഗ കമ്മീഷനാണെന്ന് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത്. നിങ്ങളും അങ്ങനെ തന്നെയാവും. ശ്രീ KC ജോസഫ്, ശ്രീ T സിദ്ദീഖ്, ശ്രീ ചന്ദ്രശേഖരൻ, 3 അംഗങ്ങൾ അടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചതെങ്ങനെ, എത്രത്തോളം മറിച്ചു, ഏതൊക്കെ നേതാക്കന്മാരാണ് അത് മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്, അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ, എന്താണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി, ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു. ജൂൺ 18-ലാണ് ആ കമ്മീഷൻ വന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു. ആ റിപ്പോർട്ട് എവിടെ? അപ്പോൾ ഇവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച. ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ച് വരുന്ന റിപ്പോർട്ട്, അത് സർക്കാർ തലത്തിലാണെങ്കിലും അന്വേഷിച്ച് അതിൽ നടപടിയെടുക്കും, പൂർത്തിവെക്കില്ല. എന്നാൽ ഈ 3 അംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് എവിടെ? അത് KPCC പ്രസിഡന്റ് പൂഴ്ത്തിവെച്ചോ? RSS ശാഖയ്ക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള KPCC പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മറിക്കൽ? അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതാണോ? ഇതൊക്കെ ചർച്ച ചെയ്യണം. എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യണം. തൃശ്ശൂർ സീറ്റിൽ BJPയെ വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം. ഓക്കെ? അല്ല, നിങ്ങൾ CPM-ൻ്റെ ആഭ്യന്തര റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്യലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആഭ്യന്തര റിപ്പോർട്ടാണ്, അതുകൊണ്ട് ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞോ? അല്ല, എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര റിപ്പോർട്ടാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ എത്ര കാര്യങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ, ഞങ്ങൾ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഇനി ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം? വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ? അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല? KPCC പ്രസിഡന്റ് പൂഴ്ത്തിയതാണോ? ക്യാപ്ഷൻ വേണം തരാം. KPCC പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാമല്ലോ. എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല? അതുപോലെ തന്നെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ADGP DGPക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അതിൽ പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് കലക്കാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിനെതിരെ ഇപ്പം ഇടത് സ്ഥാനാർത്ഥി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് ഒരു വിശ്വാസം, എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിത് പറയും, ഇത് മാത്രം കൊടുക്കരുത്, നേരത്തെ പറഞ്ഞു കൊടുക്കണം. മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച, എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും. അത് LDFിൻ്റെ നിലപാടാണ്. അത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാനിത് പറഞ്ഞല്ലോ, നിങ്ങൾ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറയട്ടെ, തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയതിന് ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ്? അത് കോൺഗ്രസിൻ്റെ ഓഫീസല്ലേ? തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഏത് പാർട്ടിയാണ്? തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ, ഇതെല്ലാം ചർച്ച ചെയ്ത് പോവാം.